ഇതൊക്കെ ആർക്കെങ്കിലും ഒന്ന് അരിഞ്ഞു വെച്ചൂടെ? നേരെ ഉച്ചയായി, കറിയൊന്നും ആയിട്ടുമില്ല. അതെങ്ങനെയാ? എല്ലാത്തിനും എന്റെ കൈ തന്നെ എത്തണ്ടേ? അവർക്കൊന്നിനും ഒരു ശ്രദ്ധയുമില്ല. അയ്യോ, എനിക്ക് വയ്യ. വെള്ളവുമില്ല. അയ്യോ, ഏട്ടത്തിയെ കൈയും കാണിക്കും. നീ എങ്ങനെ അറിഞ്ഞു എന്റെ കൈ മുറിഞ്ഞെന്ന്? ചോദ്യം പറച്ചിലൊക്കെ പിന്നെ. ഉച്ച സമയം നല്ലതുപോലെ ബ്ലഡ് പോവും. ഏട്ടത്തി, കുറച്ചു നേരമായി ഞാൻ ഏട്ടത്തി ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ കണ്ടോണ്ട് നിൽക്കുക. ഏട്ടത്തിക്ക് ഇത് എന്തു പറ്റി? പറ ഏട്ടത്തി, ഏട്ടത്തിക്ക് എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? നീ നിന്റെ ജോലി നോക്കി പോയേ. ഏട്ടത്തി, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. മുകളിൽ ഏട്ടനോട് വഴക്കിടുന്നു. പുതിയ കമ്പനിയിൽ താൻ ഇല്ലെന്ന് പറയുന്നു. ദേ, ഇവിടെ അടുക്കളയിൽ വന്ന് സർവ്വതിനോട് ദേഷ്യം കാണിക്കുന്നു. ഒടുവിൽ വെപ്രാളം കാണിച്ച് കൈ മുറിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഒരർത്ഥവുമില്ല. ഇനി നീ ആയിട്ട് ആവശ്യമില്ലാത്ത ഓരോ അർത്ഥങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. മല ഇടിഞ്ഞു വന്ന് വീണാലും തടഞ്ഞു നിർത്തുന്നവളല്ലേ എന്റെ സ്വാതി ഏട്ടത്തി. പിന്നെ എന്താ ഇപ്പൊ പറ്റിയത്? ഏട്ടത്തി ആകെ അസ്വസ്ഥയാണല്ലോ. ഇത്രമാത്രം മനസ്സിനെ പിടിച്ചുലയ്ക്കാൻ എന്താ ഏട്ടത്തി ഉണ്ടായത്? രാവിലെ പുറത്തുപോയത് ആരെ കാണാനാ? പുറത്തുപോയി വന്നേ പിന്നെ ഏട്ടത്തിക്ക് മാറ്റം. ഏട്ടത്തിയുടെ മനസ്സിലെ സങ്കടത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാവും. പുഞ്ചിരി കൊണ്ട് അതിനെ മറയ്ക്കാനൊന്നും ഏട്ടത്തി ശ്രമിക്കണ്ട. രാവിലെ പുറത്തുപോയ ആളെയല്ല തിരിച്ചു വന്നത്. ഏട്ടത്തിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ ഒന്ന് ഏട്ടത്തിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. മുൻപൊന്നും ഞാൻ ഏട്ടത്തി ഇങ്ങനെ കണ്ടിട്ടേയില്ല. എന്താ അതിന്റെ കാരണം? എനിക്കത് അറിഞ്ഞേ പറ്റൂ. എന്തായാലും എന്നോടൊന്ന് പറയേട്ടത്തി. എല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ സങ്കടപ്പെടണോ? ഏട്ടാ, ഇല്ല ഏട്ടാ, ബ്രേക്ക് കിട്ടുന്നില്ല. ഞാൻ ഓടിച്ചപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഏട്ടാ, എനിക്ക് പേടിയാവുന്നു. താൻ ടെൻഷൻ ആവല്ലേ? സൈഡിലേക്ക് ഒതുക്കാൻ നോക്ക്. നീൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് ഒരു തീരുമാനം എടുക്കണം. അപകടത്തിൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് വളരെ ശക്തമായി സ്വാതിയുടെ വയറ്റിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്. ആ ഷോക്കിൽ സ്വാതിയുടെ യൂട്രസിന് ചെറിയ പ്രോബ്ലംസ് പറ്റിയിട്ടുണ്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്. ചെറിയ രീതിയിൽ യൂട്രസിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാതിക്ക് അടിയന്തരമായി ഒരു സർജറി നടത്തിയേ പറ്റൂ. ഡോക്ടർ, എന്റെ സ്വാതിക്ക് ഇനിയൊരു അമ്മയാവാൻ കഴിയില്ലേ? നീൽ, സ്വാതിക്ക് ഇനിയൊരു പ്രഗ്നൻസി ഉണ്ടാവുമെന്ന് എനിക്കിപ്പോ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. നീലിന്റെ മനസ്സിൽ ഇപ്പോഴുള്ള സങ്കടം എന്താണെന്ന് നിനക്കറിയോ? ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ദാഹം. ഞാനിത്
നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചതാ. പക്ഷേ അന്ന് നീ വിശ്വസിച്ചില്ല. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ നിനക്ക് ഈ ജന്മം കഴിയില്ല. പറയൂ ഡോക്ടർ, ഒരു അമ്മയാവാൻ എനിക്ക് കഴിയില്ലേ? കുട്ടിയുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിധി മറിച്ചായിപ്പോയി. കുട്ടീനെ ഗർഭം ധരിക്കാനുള്ള സാധ്യത 100-1 പോലുമില്ല. അപ്പോ ഏട്ടൻ ഇക്കാര്യം നേരത്തെ അറിയായിരുന്നു അല്ലേ? പിന്നെന്തിനാ ഏട്ടൻ ഇത് ഏട്ടത്തോട് മറച്ചു വെച്ചത്? ഏട്ടത്തിക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? വേദ അത് പറഞ്ഞപ്പോ ഏട്ടനോടത് ചോദിക്കാൻ തന്നെയായിരുന്നു എന്റെ തീരുമാനം. പക്ഷേ ആ മനസ്സിലെ ദുഃഖത്തിന്റെ ആഴം മനസ്സിലായപ്പോ ഞാനത് തൽക്കാലം ചോദിക്കണ്ടെന്ന് തീരുമാനിച്ചു. അത് മാത്രമല്ല നന്ദിനി, എന്നെ തകർത്ത് കളഞ്ഞത് ഏട്ടൻ ഇതെന്നോട് മറച്ചു വെച്ചതാ. അതെന്തിനാണെന്ന് എനിക്കറിയണം. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിൽ എനിക്ക് ആ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവാലോ. ഏട്ടത്തി വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ചിലപ്പോ ഏട്ടത്തി സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണെങ്കിലോ നമുക്ക് ഏട്ടനോട് നേരിട്ട് ചോദിക്കാം. വേണ്ട, ഏട്ടൻ ഇത് എന്നോട് പറയുന്നത് വരെ ഞാൻ ഇക്കാര്യം മിണ്ടുകയില്ല. അറിഞ്ഞ ഭാവം നടിക്കില്ല ഞാൻ. ഏട്ടനെ കൊണ്ട് തന്നെ ഞാനിത് പറയിപ്പിക്കും. ഇവിടെ നിന്റെ അഭ്യാസം ഒന്നും കാണിക്കാൻ ശ്രമിക്കരുത്. എത്രയും വേഗം അവരെയും കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങി പോകണം. മനസ്സിലായോ? അതെ, എനിക്ക് മനസ്സിലായിട്ട് എന്താ കാര്യം? അവര് സമ്മതിക്കണ്ടേ വേണ്ടേ? എടി, അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ചുമതല നിനക്കാ. നീ അവന്റെ അമ്മയല്ലേ ഭാനു? അതെ, അമ്മയുടെ ഇഷ്ടത്തിനല്ല അവരെ വിളിക്കാൻ വന്നത്, അച്ഛന്റെ നിർബന്ധത്തിനല്ലേ. അപ്പൊ അച്ഛൻ തന്നെ അവരെ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. അല്ല പിന്നെ നീ ശരിയാവില്ല. അയ്യടാ, ഇങ്ങേരെയും കൂടി ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് എനിക്ക് കൂടെ എങ്ങനെ ഇവിടെ നിൽക്കാന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിനിടയ്ക്ക് പിള്ളേരെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് കുന്തുവാ. ഇപ്പൊ ശരിയാക്കില്ല. ചേടാ, നിങ്ങൾ എന്താ ഇവിടെ ഒളിഞ്ഞു നോക്കുന്നത്? എടി, ഇവിടെ ആരെയും കാണാനില്ല. അതിനകത്തോട്ട് ചെല്ലട്ടെ, തടക്കം കൊണ്ട്. സദാനന്ദനായിരുന്നോ? മുകളിൽ നിന്നപ്പോ വണ്ടിയുടെ ശബ്ദം കേട്ടു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മഹേഷിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പോലും സത്യത്തെ എനിക്ക് നാണക്കേടുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ ഇന്ന് ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയേ തിരിച്ചു പോകും. രാജീവ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല. അയ്യോടാ, അതിന് അവനെന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? അവനൊരു പാവല്ലേ മഹേഷ് ചേട്ടാ. ഭാനുമതി, നീ നവടക്ക. ഭാനുമതിയും സദാനന്ദനും ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരും അവരെ വിളിച്ചോണ്ട് പോകണം, എത്ര നിർബന്ധിച്ചിട്ടായാലും. മഹേഷിട്ടൻ ധൈര്യമായിട്ടിരിക്കുക. അവനെയും ഗൗരിയും കൊണ്ടല്ലാതെ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകില്ല. പിന്നെ ഇത്തിരി പൊളിക്കും, അതിന് ഞാൻ സമ്മതിക്കണ്ടേ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് നമ്മൾ പറഞ്ഞ അവരനുസരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അമ്മായിക്ക് അവരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൽ ഒട്ടും താല്പര്യമില്ലെന്ന് എനിക്കറിയാം. അയ്യോ എടി, നീ എന്തോന്ന് വർത്താനൊക്കെ പറയുന്നത്? ഉണ്ടായിരുന്നെങ്കിൽ വേദ അവിടെ കയറ്റി അമ്മായി സൽക്കരിക്കുമായിരുന്നു. അവൾക്ക് മുന്നിൽ വെച്ച് എന്നെ അധിക്ഷേപിക്കുമായിരുന്നു. അയ്യോ, ഇത് കേട്ടോ സതുവേട്ടാ? ഞാൻ അധിക്ഷേപിച്ചെന്ന് പോലും. എന്റെ പൊന്നു മോളെ,
നീ അമ്മയെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ദേ, നമ്മുടെ വീട്ടിലൊരാളെ കയറി വന്നാ നമ്മള് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുക്കുന്നത് അതൊരു മര്യാദയല്ലേ മഹേഷേട്ടാ? അല്ല, മഹേഷേട്ട തന്നെ ഒന്ന് പറ. അതിഥി വേദാഭാവ എന്നൊക്കെ ഞങ്ങളെ രാമായണത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അല്ലേ? എടി, അതിഥി വേദോ ഭവയല്ല, അതിഥി ദേവോ ഭവ. അയ്യോ, അങ്ങനെയാണോ? എന്നാ പിന്നെ അങ്ങനെ. ഭാനുമതി, വീട്ടിൽ കയറി വരുന്ന ഒരാളെ സൽക്കരിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അവിടെ കയറി വന്ന സ്വാതി മോളെ നീ അപമാനിച്ചത് ശരിയായില്ല. അത് അത് സാരമില്ല അച്ഛാ, ഞാൻ അതൊക്കെ വിട്ടു. ഇനിയെങ്കിലും ഈ വീട്ടിലെ പ്രശ്നം അമ്മായി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന് ഇവിടെ എന്ത് പ്രശ്നമാ? അയ്യോ, ഇത്രേ ശാന്തി സമാധാനമുള്ളൊരു വീട് ഈ ചുറ്റുവട്ടത്തൊന്നും കാണില്ല. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സതുവേട്ട? ഭാനുമതി, ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്ന നീ വെറുതെ മെനക്കെടണ്ട. ഇവിടുത്തെ ശാന്തിയും സമാധാനവും ഇല്ലാതാക്കിയതിൽ നിനക്കുള്ള പങ്ക് ഒട്ടും ചെറുതല്ല. മഹേഷേട്ടാ, ഇവള് ചെയ്തൊരു തെറ്റ് തിരുത്താൻ എന്നെ അനുവദിക്കണം. അത് ചെയ്യാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. മഹേഷേട്ട, ഇത് വാങ്ങിക്കണം. എന്തായി കവറിന്റെ ഉള്ളില്? 5 ലക്ഷം രൂപയുടെ ചെക്കാ. 5 ലക്ഷം രൂപയുടെ ചെക്ക്? നിനക്കത് തലയുടെ സുഖമില്ലേ? കമ്പനിയിൽ നിന്ന് ഇവള് രാജീവിനെ കൊണ്ട് അഴിമതി നടത്തി വാങ്ങിയ കാശായത്. ഓ, നിനക്കിത് എന്തിന്റെ കീടോ? നിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. മഹേഷേട്ട, ഇത് വാങ്ങണം, എൻ്റെ ഒരു സമാധാനത്തിന്. അത് കഴിഞ്ഞ് രാജീവിനെയും ഗൗരിയെയും കൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പൊയ്ക്കോളാം. സദാനന്ദ, പണം ജീവിതത്തിലെ ആദ്യത്തെ വസ്തുവായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പണം കാരണം ഇവിടെ എല്ലാ ദുരിതവും ഉണ്ടായത്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുതൽ നന്ദിനിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് വരെ അമ്മായി ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. സദാനന്ദ, ആ പണം ഭാനുമതിക്ക് തന്നെ കൊടുത്തേ. അവരാഗ്രഹിച്ച് വാങ്ങിച്ചതല്ലേ, അത് അവർക്ക് തന്നെ ഇരിക്കട്ടെ. മഹേഷേട്ട പറഞ്ഞിട്ടില്ലേ, അതിങ്ങ് താ. കാശേ മഹാലക്ഷ്മിയാ, അതിനിങ്ങനെ അവഹേളിക്കാൻ പാടില്ല. ഞാനിത് സൂക്ഷിച്ചു വെച്ചോളാം. ഭാനുമതി, അതിക്ക് തരാൻ. ഇല്ല, ഞാൻ തരില്ല. എടി, ഇങ്ങോട്ട് തരാൻ. മഹേഷേട്ടാ, ഇത് മഹേഷേട്ട തിരികെ വാങ്ങണം. ബാനു, ആ ചെക്ക് മഹേഷേട്ടന് കൊടുക്ക. എന്നിട്ട് ചെയ്തു തരുന്ന നീ മാപ്പ് പറയണം. ഏയ് വേണ്ട സദാനന്ദ, ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇനി ഒരു വഴക്ക് വേണ്ട. അമ്മായിക്ക് കാശിനോട് ഇത്ര ആർത്തി ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഇനിയെങ്കിലും അമ്മായി കാര്യങ്ങൾ മനസ്സിലാക്കണം. അവരെ രണ്ടുപേരെയും തിരിച്ചു വിളിച്ചോണ്ട് പോവാൻ അമ്മായി തന്നെ മുൻകൈ എടുത്തേ പറ്റൂ. ഭാനുമതി, പണം ഞങ്ങൾ എത്ര വേണമെങ്കിലും തരുമായിരുന്നല്ലോ. എന്തിനാ നീ ഞങ്ങളോടത് ചെയ്തു? മാലതിയുടെ സ്ഥാനമല്ലേ നിനക്ക് ഈ വീട്ടില്? കാശിൽ മാത്രമേ ഉള്ളൂ, കാര്യത്തിനെടുക്കുമ്പോ ഒക്കെ കണക്കാം. എനിക്ക് ഇത്തിരി പൈസ കിട്ടാൻ ഇവർക്കെന്തോ നീ സമാധാനം കിട്ടും. അമ്മായി വല്ലതും പറഞ്ഞോ? ഇല്ലില്ല. ഗൗരിമോൾ എന്തിയ മോളെ? അവള് അല്പം മുമ്പ് വേദയുടെ കൂടെ പുറത്തേക്ക് പോകുന്ന കണ്ടു. അല്ല, നീല എവിടെ? മോളുണ്ട്. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനും വരാം. വേണ്ട, നീ വന്ന് ഇനി അവന്റെ സമാധാനം കൂടി കളയണ്ട. അയ്യോ, കേട്ടോ പറഞ്ഞത്? ഭാനുമതി, നിന്റെ കയ്യിലിരിക്കുന്ന ഈ പണം ഈ വീടിന്റെ സമാധാനത്തിന്റെ വിലയാ. അത് നീ മറക്കരുത്. ഇനിയെങ്കിലും ഇതിനുള്ള ആത്മാർത്ഥത നീ കാണിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്താ അമ്മായി, രാജീവിനെയും ഗൗരിയെയും അമ്മായി ഇന്ന് തന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോവില്ലേ? പിന്നെ അതെ, സത്യമായിട്ടും ചെയ്തിരിക്കും. അതിനുള്ള ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ. മോള് പോയി അമ്മയ്ക്ക് ചൂട് ചായ എടുത്തിട്ട് വാ. ചെല്ലടാ. അയ്യടാ, ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് പോണെന്ന്. കൊണ്ടുപോ. ചേച്ചി, എന്റെ ആ ഫോണിങ് എടുത്തരൂ. ദൈവമേ, അമ്മയാണല്ലോ. ഹലോ അമ്മേ. മോളെ ഗൗരി, ആ
ആകെ കുഴപ്പമായിടി. ഞങ്ങളെ നിങ്ങളെ വിളിക്കാൻ വേണ്ടിട്ട് ഇവിടെ എത്തിയിരിക്കുക. എന്താ? ഇവിടെ എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചിരിക്കുക. എന്താ അമ്മയുടെ അഭിപ്രായം? ഞങ്ങൾ കൂടെ വരണോന്നാണോ? അയ്യോ അല്ല അല്ല, പക്ഷേ സതുവേട്ടനെ പേടിച്ച് ഞാൻ കൂടെ വന്നത്. അതെ, ആര് പറഞ്ഞാലും ഞങ്ങളുടെ കൂടെ വരാൻ നിക്കല്ലേ മോളെ. ഇല്ലമ്മേ, ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ദേ അതെ, ഞാനും കൂടെ സതുവേട്ടനോടെ ചേർന്ന് നിങ്ങളെ ചിലപ്പോ നിർബന്ധിച്ചെന്നൊക്കെ ഇരിക്കും. എന്നാലും നിങ്ങൾ വന്നേക്കല്ലേ മോളെ. അമ്മയ്ക്ക് വേറെ ഒരു വഴിയില്ലാഞ്ഞിട്ടാ വന്നത്. ഒരു കാരണവശാലും നിങ്ങൾ സമ്മതിക്കരുത് കേട്ടോ. അമ്മ പേടിക്കണ്ട, ഞാൻ രാജീവേട്ടനെ കൊണ്ട് ഉടനെ അവിടെ എത്തിക്കോളാം. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആ അതെ, അച്ഛനും സ്വാതിയും ഗിരിയും നീലും എല്ലാരും ശ്രമിച്ചെന്നിരിക്കും. പക്ഷെ നിങ്ങൾ സമ്മതിക്കല്ലേ മോളെ. എന്തടവ് പയറ്റിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നതാ ഏറ്റവും നല്ലത്. അതെ, രാജീവിനെ കൂടെ മോളെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. അത് ഞാൻ ഏറ്റമ്മേ. അമ്മ ഫോൺ വെച്ചു, ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. എന്നാ ശരി മോളെ. ആ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ ആള് വന്നിട്ടുണ്ട്. അവരുടെ കൂടെ പോകുന്നോ? സ്വന്തം മകനൊരു നല്ല ജീവിതം കിട്ടുമ്പോ ഈ അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. രാജീവ് അവരുടെ മകൻ തന്നെയല്ലേ? ഇല്ല, തിരിച്ചു കൊണ്ടുപോകാന്നുള്ളത് അവരുടെ ആഗ്രഹം മാത്രമാണ്. പക്ഷേ രാജീവിനെയും ഗൗരിയെയും കൊണ്ടേ തിരിച്ചു പോകൂ എന്ന വാശിയില നിങ്ങളുടെ അച്ഛനും അമ്മയും. അറിയാലോ അച്ഛന്റെ സ്വഭാവം. സ്വന്തം മകനെ വീട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും എടുത്ത് പുറത്താക്കിയ മഹാനാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എനിക്കൊന്ന് ആലോചിക്കണം. എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടായാലും അവരെ തിരിച്ചയച്ചേ പറ്റും. എന്റെ ഒപ്പം നിന്നാൽ ഈ കമ്പനി രാജീവിന് സ്വന്തമാക്കാം. അതല്ല, അച്ഛന്റെയും അമ്മയുടെയും കൂടെ തിരിച്ചു പോകാൻ രാജീവ് തീരുമാനിച്ചാൽ ഈ കമ്പനി ഞാൻ മറ്റാർക്കെങ്കിലും കിട്ടുന്ന വിലക്കങ്ങ് വിൽക്കും. അയ്യോ, അത് വേണ്ട. തൽക്കാലം നമുക്ക് മറ്റൊരു കാര്യം ചെയ്താലോ? എന്താ? ഞാനൊരു 2 ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് തിരിച്ചു വന്നാലോ? അത് നടക്കില്ല രാജീവ്. ഈ തവണ രാജീവ് അങ്ങോട്ട് പോയാൽ പിന്നെ ഒരിക്കലും രാജീവിന് തിരിച്ചു വരാൻ കഴിയില്ല. വീട്ടിൽ മാത്രമല്ല, ഈ കമ്പനിയിലും. അയ്യോ, ഈ കമ്പനി രാജീവ് അങ്ങ് മറക്കേണ്ടി വരും. ടെൻഷൻ അടിക്കണ്ട. ഈ പ്രതിസന്ധി മറികടക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഒന്ന് വേഗം പറ. നിന്റെ വയറ്റിലുണ്ടായ കൊച്ചില്ലാതായി പോയതേ ദൈവവിധിയാ. അതിന് സ്വാതി ഒരു കാരണക്കാരിയായിന്ന് മാത്രം. അല്ലാതെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തില്ല എന്റെ കുഞ്ഞേ. അയ്യോടി, നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണ്ട. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. സ്വാതി തന്നെ അതിന് കാരണക്കാരി. മതി സ്വാതി എടുത്ത് കുറ്റം പറഞ്ഞത്. സ്വന്തം മകൻ ചെയ്ത തെറ്റ് മറയ്ക്കാൻ ഇങ്ങനെ കള്ളം പറയരുത്. ആഹാ, നിങ്ങൾ നിങ്ങളുടെ മകനും മാത്രം ഇതിന്റെ എല്ലാം കാരണം, അല്ലാതെ സ്വാതി ഏട്ടത്തി അല്ല. സ്വാതിയല്ലേ നിന്നെ കോണിപ്പടിന്ന് തള്ളി താഴെ ഇട്ടത്? അതിന് എന്റെ മോനെന്ത് പഴിച്ചു? നിങ്ങൾ എന്താ പറഞ്ഞ? അല്ല മോളെ, അന്ന് കോണിപ്പടി എന്നത് അബദ്ധത്തിൽ വീണു പോയതാ, അല്ലാതെ സ്വാതി മോളൊന്നും ചെയ്തില്ല എന്ന് പറയായിരുന്നു. ഇവര് കള്ളം പറയാ സ്വാതി എടുത്തി. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് സ്വാതി എടുത്തി തന്നെയാന്നാ ഇവര് പറയുന്നത്. അയ്യോ അല്ല മോളെ, ഇവള് കേട്ടതിന്റെ കുഴപ്പമാ. ഈ കൊച്ചുങ്ങൾ ഉണ്ടാവുന്നതൊക്കെ ഒരു വിധിയാ.
അല്ലെങ്കിൽ എന്താ ദാ ഈ നിൽക്കുന്ന സ്വാതിക്ക് എന്താ ഒരു കുഞ്ഞുണ്ടാവാത്തത്? ഇനിയിപ്പോ ഉണ്ടാകുമല്ലോ എന്നൊക്കെ ദൈവത്തിനറിയാം. മതി, നിർത്തിക്കേ. ഒരാൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാത്തത് പറഞ്ഞു കുറ്റപ്പെടുത്തുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. അയ്യേ. നാളെ അമ്മായിയുടെ മകന് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയ അമ്മായിക്ക് അത് വിഷമാവില്ല. ആഹാ, അതിന് എന്റെ മോന്റെ കാര്യം ഇതിനകത്ത് വലിച്ചെടുക്കേണ്ട കാര്യം എന്താടി? ഞാൻ നിന്റെ കാര്യമല്ലേ പറഞ്ഞത്? അപ്പോ സ്വന്തം മോന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മായിയുടെ നെഞ്ചു പൊള്ളി. അതുപോലെ തന്നെ എല്ലാവരും. എന്റെ പെണ്ണെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. പിന്നെ പുകഴ്ത്തിയതായിരിക്കും. ശ്ശെ, നീ ഒന്നും മിണ്ടായിരിക്കടി, ഞാനൊന്ന് പറയട്ടെ. ദേവച്ചേ, കണക്കും പ്രകാരമാണെങ്കിൽ ഈ വീട്ടിൽ ആദ്യം പ്രസവിക്കേണ്ടത് നീയാ. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്. നിന്നെ പോലെ ചക്ക പോലുള്ള പെണ്ണുങ്ങൾക്ക് ഈ വണ്ണമുള്ള കൊച്ചുങ്ങളുണ്ടാവാൻ പാടാന്നാ പറയുന്നത്. ഈ തടിയൊക്കെ നീ ഒന്നും കുറയ്ക്കേ, ചിലപ്പോ പ്രസവിച്ചെന്നിരിക്കും. ഡേയ്